ശ്രീജിത്ത് സാർ നമസ്കാരം. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാർ റവന്യൂ വകുപ്പ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അഡീഷണൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറായിട്ടുള്ള ഗീത അവരാണ് ഈ ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് ഇത്രയും കാലം പുറത്തു വന്നിരുന്നില്ല. അതായത് ആ സമയം തന്നെ കൊടുത്തെങ്കിലും അത് റവന്യൂ വകുപ്പ് മന്ത്രി കുറെ കാലം കയ്യിൽ വെച്ചു. പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് കുറെ കാലം കയ്യിൽ വെച്ചു. ഇപ്പോഴാണ് ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുന്നത്. വളരെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ തന്നെയാണ് അതിലുള്ളത്. കാരണം പി ദിവ്യ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കഥയാണ് ഈ നവീൻ ബാബുവിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ എന്ന തരത്തിലാണ് ആ റിപ്പോർട്ടിലുള്ളത്. പ്രശാന്തന്റെ നവീൻ ബാബുവിനെതിരായി കൊണ്ടുള്ള പരാതി അത് വ്യാജമാണ് എന്നും ഈ തരത്തിൽ അദ്ദേഹം കൈക്കൂലി വാങ്ങിയതിന് യാതൊരു തെളിവുമില്ലെന്നും ഈ പരാതി ഒഴികെ ഒരു പരാതി പോലും നവീൻ ബാബുവിനെതിരെ ഇല്ലെന്നും തുടങ്ങിയിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ചില പരാമർശങ്ങളും കണ്ടെത്തലുകളും അതിൽ ഉണ്ട് എന്നാണ് പുറത്തു വരുന്നത്. ഈ കലക്ടർ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ ദ്രോഹിച്ചതിൻ്റെ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ദിവ്യയ്ക്ക് എന്തായിരുന്നു ഇതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നത്? ഒരു കള്ളക്കഥ പ്രചരിപ്പിക്കാൻ, ഒരു പുറത്തുനിന്ന് ഒരു ക്യാമറമാനെ കൂട്ടിക്കൊണ്ടുവന്ന് ഇത് വല്ലാതെ പ്രചരിപ്പിക്കാൻ എന്തായിരുന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ സംശയമാണ്. ആ സമയത്താണ് ഹൈക്കോടതിയിൽ നിന്ന് ഡിവിഷൻ ബെഞ്ചും ഇപ്പോൾ ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയിരിക്കുന്നത്. കുടുംബം സുപ്രീം കോടതിയിലേക്ക് പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? പാർത്ഥൻ നമസ്കാരം. നമ്മൾ നവീൻ ബാബുവിൻ്റെ ഒരു വിഷയം നമ്മൾ ആദ്യ സമയം ചർച്ച ചെയ്യുന്ന സമയം മുതൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന അദ്ദേഹം ഒരു കൈക്കൂലിക്കാരനായിട്ടുള്ള അഴിമതിക്കാരനായിട്ടുള്ള ഉദ്യോഗസ്ഥനാകാനുള്ള സാധ്യത തുലവും കുറവാണ് എന്നാണ്. അതിന് കാരണം ആ സമയത്ത് തന്നെ പുറത്തു വന്നിരുന്ന ചില വെളിപ്പെടുത്തലുകളും ചില രേഖകളുമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് റവന്യൂ വകുപ്പ് ഇൻറ്റേർണലായിട്ട് തയ്യാറാക്കിയിരുന്ന ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കൈക്കൂലി രഹിത ഉദ്യോഗസ്ഥന്മാരുടെ പട്ടികയിൽ മുമ്പനായിരുന്നു. എന്ന് വെച്ചാൽ ഒരാൾ കൈക്കൂലി വാങ്ങുന്ന ആളാണ് എങ്കിൽ അതൊരു പ്രിൻസിപ്പിളാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ആദർശമാണ്. കൈക്കൂലി വാങ്ങാത്തയാളാണെങ്കിലും വാങ്ങുന്നയാളാണെങ്കിലും അവരുടെ പ്രിൻസിപ്പിളാണ്. അപ്പോൾ ആ പ്രിൻസിപ്പിളിന് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അതായത് കൈക്കൂലി വാങ്ങുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അതാണ് അയാളുടെ ആദർശമെങ്കിൽ എല്ലാ ആൾക്കാരിൽ നിന്ന് അയാൾ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. വാങ്ങാത്ത ആൾ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരാളിൻ്റെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങാനുള്ള ഒരു സാധ്യതയും ഇല്ല. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ TV പ്രശാന്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അപേക്ഷയിന്മേൽ തീർപ്പ് കൽപ്പിക്കുന്നതിലേക്ക് മാത്രമായി, തൻ്റെ റിട്ടയർമെൻറ്റ് ഏതാണ്ട് അടുക്കുന്ന സമയത്ത് മാത്രമായി തൻ്റെ സർവീസ് കാലയളവിൽ ഒന്നും തന്നെ കൈക്കൂലി വാങ്ങാതിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ പൊടുന്നനെ എന്നാൽ ഇത്തവണ വാങ്ങിക്കളയാം എന്ന് തീരുമാനിച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾഡ് പൊസിഷനിലുള്ള അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ഒരു വയലേഷനാണത്. എങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ സുദീർഘമായിട്ടുള്ള കാലയളവിൽ ഒരിക്കൽ പോലും കൈക്കൂലി വാങ്ങാതിരുന്നത്? അങ്ങനെ ഒരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇമേജ് എല്ലായ്പ്പോഴും നിലനിർത്തുന്നതിന് വേണ്ടിയും സ്വന്തം മനസാക്ഷിയോട് നീതി പുലർത്തുന്നതിനും ഏതൊരു സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനും ശ്രമിക്കും. അതിന് വളരെ കൃത്യമായി അടിവരയിടുന്ന, അതിനെ എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇൻറ്റേർണൽ സ്റ്റഡി ആയിരുന്നു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള മോശമായിട്ടുള്ള ഒരു അഭിപ്രായം അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്തിരുന്ന, അദ്ദേഹത്തിന് താഴെ ജോലി ചെയ്തിരുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ തെളിവ് ഒന്നുമില്ലാതിരിക്കുന്ന ഒരു ആരോപണമായിട്ട് മാത്രം അതവിടെ നിൽക്കുകയാണ്. ആ ആരോപണം ഉണ്ടാകുന്ന സാഹചര്യം പോലും അത് കെട്ടിച്ചമയ്ക്കപ്പെട്ടതാണ്, അത് മനഃപൂർവ്വം പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ആരോപണമാണ്, അത് മനഃപൂർവ്വം റെക്കോർഡ് ചെയ്തിരിക്കുന്നതാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ആ സമയത്ത് തന്നെ പുറത്തു വന്നിരുന്നതും അത് ഡിസ്കഷൻ ചെയ്യപ്പെട്ടതുമാണ്. അപ്പോൾ അന്നേ തന്നെ ഒരുപക്ഷെ അതിൽ നിന്ന് വലിയ താമസമില്ലാതെ സമർപ്പിക്കപ്പെട്ട ഒന്നാണ് ഈ ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് എങ്കിലും ഇപ്പോഴാണത് പുറത്തു വരുന്നത്. എന്തോ ചില വിചിത്രമായിട്ടുള്ള കാരണങ്ങളാൽ ഇതുവരെ അത് പുറത്തു വന്നിരുന്നില്ല, അഥവാ പുറത്തുവിടാൻ സർക്കാരിന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് പുറത്തു വരുന്ന സമയത്ത് വളരെ ഒരു ഉന്നതാധികാര സ്ഥാനത്തുള്ള ഒരാളിൻ്റെ കണ്ടെത്തൽ, പഠനം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കൈക്കൂലിക്കാരനായിരുന്നില്ല എന്നും അദ്ദേഹം കൈക്കൂലി വാങ്ങിയതിന് യാതൊരു വിധത്തിലുള്ള തെളിവില്ല എന്നും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. അതായത് അങ്ങനെ സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹമെങ്കിൽ ഒരു കുറ്റബോധത്തിൻ്റെ പേരിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടുന്ന ഒരു ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഒന്നുകിൽ ഈ ബാഹ്യ പ്രേരണ മൂലം തൻ്റെ ഇമേജിന് കളങ്കം തട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നും അതിൽ അങ്ങനെ ഒരു കാര്യത്തിൽ തൻ്റെ ജീവിതം തുടരാനായിട്ട് തനിക്ക് താല്പര്യമില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകിൽ അദ്ദേഹത്തിന് ജീവനൊടുക്കാം. ഇനി അതല്ല എങ്കിൽ അങ്ങേയറ്റം ഗുരുതരമായി ആൾക്കാരൊക്കെ തന്നെ സംശയിച്ചതുപോലെ അങ്ങനെ ഒരു മരണത്തിലേക്ക് അദ്ദേഹത്തിനെ തള്ളിവിടുന്ന ഒരു സാഹചര്യം, അത് ആത്മഹത്യ എന്ന് പറയുന്നത് ബാഹ്യപ്രേരണയാൽ വന്നിരിക്കുന്നതാവാം, അതല്ല എങ്കിൽ വേണമെങ്കിൽ അതൊരു കൊലപാതകം പോലും ആകാനുള്ള എല്ലാവിധ സാധ്യതകളും അവശേഷിപ്പിക്കുന്നതാണ് ഈ ഒരു റിപ്പോർട്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങൾ അന്ന് തന്നെ മാധ്യമങ്ങൾ, നമ്മൾ
നവീൻ ബാബുവിൻ്റെ കുടുംബം, ഇവരെല്ലാവരും തന്നെ ഉയർത്തുന്ന ഒരു കാതലായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ അന്വേഷണം എല്ലാ ആൾക്കാരിലേക്കും എത്താത്തത്? ഈ TV പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാൾ വളരെ ഷേഡിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് എവിടെ നിൽക്കുന്നു, അദ്ദേഹത്തിന് എവിടെ നിന്നാണ് പണം, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഭദ്രത എത്രത്തോളമുണ്ട്, വലിയ സാമ്പത്തിക സുരക്ഷിതത്വമുള്ള ആളാണോ അദ്ദേഹം, എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു പരസ്യ പ്രതികരണവുമായി ബന്ധപ്പെട്ട് വരാത്തത്, അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ടാണ് അന്വേഷണം ഉണ്ടാകാത്തത്, അദ്ദേഹം എന്തുകൊണ്ട് സ്വതന്ത്രനായി ഇരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്ന് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം ഉണ്ടാകാത്തത്? നമ്മൾ പറയുന്നത് ഈ സംഭവം നടന്നതിന് ശേഷം 4 ദിവസമോ 2 ആഴ്ചയോ കഴിഞ്ഞിട്ടുള്ള സമയത്തല്ല, മറിച്ച് ഇത്രയും കാലമായതിനു ശേഷവും ഇതിനെപ്പറ്റി ഇത്രയും വലിയ രീതിയിലത്തേക്ക് വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടന്നതിന് ശേഷവും കുടുംബത്തിൻ്റെ CBI അന്വേഷണം എന്ന് പറയുന്ന ഒരു ആവശ്യം ഒരു പക്ഷേ തിരസ്കരിക്കപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഈ അന്വേഷണം പയ്യെ പോകുന്നുണ്ടോ? സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം സംസ്ഥാനത്തെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുടെ മാത്രം സ്പീഡിൽ ഈ അന്വേഷണം പുരോഗമിച്ചാൽ മതി, കോടതിയുടെ ഇടപെടൽ ഉണ്ടാവില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു തോന്നൽ നമ്മുടെ സംവിധാനത്തിനുണ്ടായിട്ടുണ്ടോ എന്നീ ചോദ്യങ്ങൾ പ്രസക്തമാണ്. അതല്ല എങ്കിൽ എന്തുകൊണ്ടാണ് പ്രശാന്തിന് നേരെ അന്വേഷണം ഉണ്ടാകാത്തത്? ഈ കുടുംബത്തിന് ഇതിൽ കളക്ടറുടെ നേരെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും മേൽ സംശയമുണ്ട് എങ്കിൽ അവരുടെ സംശയം ദൂരീകരിക്കപ്പെട്ടത് രീതിയിലത്തേക്ക് ഈ അന്വേഷണം എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നമ്മളിത് കോടതിയിലേക്ക് പോകുന്ന സമയത്ത് സിംഗിൾ ബെഞ്ച് ആണെങ്കിലും ഡിവിഷൻ ബെഞ്ച് ആണെങ്കിലും ഇതിൽ നടത്തിയിരിക്കുന്ന ഒബ്സർവേഷൻ ഒന്ന് തന്നെയാണ്. ഇപ്പോൾ പാർത്ഥൻ ചോദിച്ചല്ലോ, ഡിവിഷൻ ബെഞ്ച് ഉൾപ്പെടെയുള്ള കോടതികളുടെ വിവിധ ബെഞ്ചുകൾ ഈ അന്വേഷണത്തിനെ തള്ളിക്കളയുന്ന, ആ ആവശ്യത്തിനെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് കൂടുതൽ പ്രസക്തമാവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ സുപ്രീം കോടതിയിലേക്ക് അവർ പോയാൽ പോലും കൂടുതൽ ഗൗരവമായിട്ട് ഇതിനെപ്പറ്റി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. ഡിവിഷൻ ബെഞ്ച് അവിടെ അങ്ങയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ പറയുന്ന സിംഗിൾ ബെഞ്ചിന്റെ മുമ്പിൽ എല്ലാവിധ വാദങ്ങളും ഉന്നയിക്കുകയും സിംഗിൾ ബെഞ്ച് ഈ കേസിന്റെ, അതായത് ഇത് CBIക്ക് വിടണമെന്ന ഒരു കാര്യത്തിൽ അത് പറ്റില്ല എന്ന് പറയുകയും ചെയ്തതിന് ശേഷം, അത് തള്ളുകയും ചെയ്തതിന് ശേഷം ഡിവിഷൻ ബെഞ്ചിലേക്ക് മഞ്ജുഷയും കുടുംബവും പോയ സമയത്ത് അവരാദ്യം ഏർപ്പാടാക്കിയ അഭിഭാഷകൻ എന്ന് പറയുന്നത് ശ്രീകുമാർ എന്ന് പറയുന്ന ഹൈക്കോടതിയിലെ ഒരു പ്രമുഖ അഭിഭാഷകനാണ്. അദ്ദേഹം പക്ഷേ ഈ കുടുംബത്തിന്റെ അഭിപ്രായമല്ലാത്ത ചില കാര്യങ്ങൾ ആ വാദങ്ങളിൽ ഉന്നയിച്ചു എന്നത് വലിയൊരു പരാതിയായി വന്നിരുന്നു. അതായത് CBI അന്വേഷണം ഇല്ലെങ്കിൽ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണം എന്ന തരത്തിലൊക്കെ അദ്ദേഹം കാര്യം പറയുകയുണ്ടായി. ഇത് കുടുംബത്തിന് വലിയ ഞെട്ടലുണ്ടാക്കി. കുടുംബം പറഞ്ഞു ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് പറയുകയും അദ്ദേഹത്തെ പിൻവലിച്ച് അഡ്വക്കേറ്റ് രാംകുമാറിനെ വീണ്ടും അവിടെ വാദത്തിനായി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പിന്നീട് അതിനെപ്പറ്റി പറഞ്ഞത്, അദ്ദേഹം പല രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തെ പറ്റി പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് ഈ ശ്രീകുമാർ എന്ന് പറയുന്ന വക്കീലിനെ പറ്റി. പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു വിധിയെ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. കാരണം 2 വാദങ്ങൾ നടക്കുന്നു, 2 അഭിപ്രായം പറയുന്നു. പാർത്ഥൻ, ഇവിടെ ഡിവിഷൻ ബെഞ്ച് ഏതൊരു സാഹചര്യത്തിലാണ് ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് അവരുടെ വിധി നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ലോജിക്കലാണോ അല്ലയോ എന്നുള്ളതൊക്കെ തന്നെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിലവർ പറയുന്ന പ്രധാനപ്പെട്ട ചില ഒബ്സർവേഷനുകൾ ഈ ഒരു ഘട്ടത്തിൽ ഈ അന്വേഷണം തൃപ്തികരമല്ല എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലേക്കുള്ള തെളിവുകൾ സമർപ്പിക്കാനായിട്ട് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ആരോപണം എന്തായിരുന്നു? രാഷ്ട്രീയമായി ഉന്നത സ്ഥാനീയായിട്ടുള്ള ഒരു വ്യക്തിയാണ് PP ദിവ്യ, പാർട്ടിക്ക് അത്രത്തോളം വേണ്ടപ്പെട്ടയാളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളുമായി ബന്ധപ്പെട്ട അന്വേഷണം സംസ്ഥാനത്തിൻ്റെ ഒരു ഏജൻസി നടത്തുമ്പോൾ അതിൽ വിശ്വാസതയില്ല. അതുകൊണ്ട് കുറച്ചുകൂടി ന്യൂട്രലായിട്ടുള്ള ഒരു ഏജൻസി അത് അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അത് ശരിയാണ് എന്ന് കോടതിക്ക് വേണമെങ്കിൽ കണ്ടെത്താമായിരുന്നു. കാരണം PP ദിവ്യ എന്ന് പറയുന്ന വ്യക്തിക്ക് അവരുടെ പൊളിറ്റിക്കൽ സ്റ്റാച്ചർ, അവർക്ക് പാർട്ടിയുടെ നേതൃത്വവുമായിട്ടുള്ള ബന്ധം, പാർട്ടിയുടെ പല നേതാക്കന്മാരും അവർ ജയിലിൽ കിടക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വലിയ കഷ്ടമാണ് എന്ന രീതിയിലേക്ക് നടത്തിയിരുന്ന പല പരസ്യ പ്രതികരണങ്ങൾ, അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ ഉന്നത സ്ഥാനീയരായിട്ടുള്ള പല വ്യക്തികളും, അതേപോലെ തന്നെ പാർട്ടിയുടെ അധികാര സ്ഥാനത്തിരിക്കുന്ന പല ആൾക്കാരുടെയും കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരൊക്കെ തന്നെ ഇവരെ സ്വീകരിക്കാനായിട്ട് ജയിലിന് വെളിയിലേക്ക് പോയിരുന്ന സാഹചര്യം, ഇതൊക്കെ തന്നെ എത്രത്തോളം കാര്യമായിട്ട് കോടതിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പ്രസക്തമാണ്. കാരണം നമ്മൾ ഈ വക്കീലിനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ ഇവരുടെ ഭാഗത്തിനെ ന്യായീകരിക്കുന്ന, ഇവരുടെ രാഷ്ട്രീയ സ്വാധീനം ദിവ്യയുടേത് എത്രത്തോളം ഉണ്ട് എന്ന് കോടതി സമക്ഷം വെളിവാക്കുന്ന രീതിയിലത്തേക്കുള്ള ന്യായവാദങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ, ആർഗ്യുമെന്റ്സ് വന്നിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ്. അതങ്ങനെ ഉണ്ടായിട്ടും കോടതി ഈ രീതിയിലത്തേക്കുള്ള ഒരു വിധിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. കാരണം PP ദിവ്യയ്ക്ക് കണ്ണൂർ രാഷ്ട്രീയത്തിലുള്ള പ്രസക്തി, ഒരുപക്ഷെ പൊളിറ്റിക്കലി അവർക്കുണ്ടാകുന്ന ഫ്യൂച്ചർ, അവരെ സംരക്ഷിക്കാനായിട്ട്
CPM പല നേതാക്കന്മാരും നടത്തിയിരുന്ന പ്രസ്താവനകൾ, അവരുടേത് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ന് പറഞ്ഞിരുന്ന പരസ്യ പ്രസ്താവനകൾ, അവരെ സ്വീകരിക്കാനായിട്ട് പാർട്ടിയുടെ നേതാക്കന്മാരും പാർട്ടി ബന്ധുക്കളും എത്തിയിരുന്നത്, ഇതിനൊക്കെ ഉപരിയായിട്ട് ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാനത്തെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമവും ദിവസങ്ങളോളം ഉണ്ടായിട്ടില്ല എന്നതും പ്രസക്തമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് PP ദിവ്യ അവർ ഒളിവിൽ കഴിയുകയാണ് എങ്കിൽ അവരെവിടെയാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടാതിരുന്ന ഒരു സാഹചര്യത്തിൽ പോലീസ് ശ്രമിക്കാതിരുന്നത് എന്ന് കോടതിക്ക് വേണമെങ്കിൽ പ്രോസിക്യൂഷനുള്ള പ്രതിഭാഗത്തിനോട് ആരായമായിരുന്നു, പ്രോസിക്യൂഷനോട് സർക്കാരിനോട് പോലും ചോദിക്കാമായിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ കണ്ടെത്തിയില്ല എന്ന രീതിയിലേക്ക് ചോദിക്കാമായിരുന്നു. അപ്പോൾ അതൊന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ അല്ലെങ്കിൽ കോടതിയെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മറുപടി എന്തായാലും ഇവരുടെ ഭാഗത്ത് നിന്ന്, എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വാദത്തിൽ അത്രത്തോളം കൺവിക്ഷൻ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പുതിയ റിപ്പോർട്ട് കൂടി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ തങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ ഭാഗത്ത് വെയിറ്റ് ഉണ്ട് എന്ന് അവർക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങളിനി സുപ്രീം കോടതിയിൽ പോയി നീതിക്കായിട്ട് വാദിക്കും എന്ന് പറയുന്നത്. കാരണം ദിവ്യയുമായി ബന്ധപ്പെട്ട് ഇത് ദിവ്യ പ്ലാൻ ചെയ്തിരിക്കുന്നതാണ് എന്നത് ഇപ്പോൾ ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുകയാണ്. രണ്ടാമത് ഇവർ തന്നെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കണ്ണൂർ വിഷൻ എന്ന് പറയുന്ന ആൾക്കാരെ അവിടെ കൊണ്ടുപോയിരിക്കുന്നത് എന്ന് പറയുന്നു. അവരിൽ നിന്ന് റെക്കോർഡിംഗ് ഇവർ തന്നെ വാങ്ങിയിട്ടുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു കണ്ടെത്തൽ ഇതിലുണ്ടാകുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വഴി പോവുകയായിരുന്നു, വെറും വഴിപോക്കെയായിരുന്ന ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് കണ്ട് ഇവിടെ വന്നതാണ് എന്നവർ പറയുമ്പോൾ അതങ്ങനെ ആയിരുന്നില്ല എന്ന് സാധൂകരിക്കാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള, അതായത് മഞ്ജുഷ അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സാധൂകരിക്കുന്ന രീതിയിലത്തേക്കുള്ള കണ്ടെത്തലുകളാണ് ഇന്ന് ഒരു ഉന്നതസ്ഥാനിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന റിപ്പോർട്ടിൽ കാണുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? വളരെ കൃത്യമായി ആസൂത്രണത്തോടു കൂടി നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായി വരികയും ഇത് റെക്കോർഡ് ചെയ്യപ്പെടണമെന്നും അത് സ്വീകരിച്ചതിന് ശേഷം അത് ടെലികാസ്റ്റ് ചെയ്യപ്പെടണം എന്നുമുള്ള താല്പര്യത്തോടു കൂടി ദിവ്യ അവിടെ പ്രവർത്തിച്ചു എന്നാണ് സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ഈ ഒരു വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവ്യയുടെ ഭാഗത്തിന് വെയിറ്റ് കിട്ടുകയല്ല, മറിച്ച് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ആർഗ്യുമെൻറ്റിന് വെയിറ്റ് കിട്ടുകയാണ്. അപ്പോൾ ഇതുകൂടി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഇതുവരെയുള്ള നടപടികളും പോലീസിൻ്റെ നടപടികളും അന്വേഷണം പ്രശാന്തനിലേക്ക് എത്താതിരിക്കുന്ന സാഹചര്യവും എല്ലാം തന്നെ പരിഗണിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആവലാതി എന്ന് പറയുന്നത് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നത് ഒരുപക്ഷെ സുപ്രീം കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ ബോധ്യമാകും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവരുടെ കുടുംബത്തിനോടൊപ്പം നിൽക്കുക, അവരുടെ നിയമപരമായിട്ടുള്ള പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിയുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ, നമ്മുടെ നിയമവ്യവസ്ഥ തന്നെ പറയുന്നത് എന്താണ്, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാണ്. ഇവിടെ ശിക്ഷ എത്തുന്നതിന് മുമ്പേ തന്നെ അല്ലെങ്കിൽ കോടതിയുടെ പരിരക്ഷ എത്തുന്നതിന് മുമ്പേ തന്നെ ഇവിടെ നിരപരാധിക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഉണ്ടായ സാഹചര്യം എന്താണ്, ആരാണ് ആ സാഹചര്യം സൃഷ്ടിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട സമഗ്രമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരണമെങ്കിൽ നീതിപൂർവമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകണം. നീതി എന്ന് പറയുന്നത് നടപ്പാക്കുക മാത്രമല്ല, സമൂഹത്തിന് അത് നടപ്പാക്കി എന്ന് ബോധ്യപ്പെടുക കൂടി വേണം എന്ന് പറയുമ്പോൾ സമൂഹത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പ്രാഥമികമായിട്ട് ആ കുടുംബത്തിനെങ്കിലും അത് ബോധ്യപ്പെടുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബം ഉന്നയിക്കുന്ന ആശങ്കകൾ പരിഹരിക്കപ്പെടുക എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള വിഷയമാണ്. തീർച്ചയായും. എന്തായാലും ഈ പറയുന്നത് പോലെ അങ്ങേയറ്റം നാടകം കളിക്കുക, എന്നിട്ട് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥരെ അപമാനിക്കുക, കഥകൾ ഇറക്കുക, വീഡിയോ പ്രചരിപ്പിക്കുക, എന്നിട്ട് ഒരു മനോഹരമായ സ്ഥലത്ത് പോയി നിന്നുകൊണ്ട് ഒരു വീഡിയോഗ്രാഫറെ കൊണ്ട് വീഡിയോ ഒക്കെ എടുപ്പിച്ച് സ്വയം അതിൽ ഞാൻ ഭയങ്കര ആളാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളെയൊക്കെ കുറ്റം പറഞ്ഞ് മാധ്യമങ്ങളാണ് ചെയ്യുന്നത്, മാധ്യമങ്ങളാണ് തെറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഒക്കെ ഇടുന്ന PP ദിവ്യയെ പോലുള്ള ആളുകൾ ഒന്ന് സ്വയം വിലയിരുത്തട്ടെ, ഇവരെയൊക്കെ ജനം വിലയിരുത്തട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും അന്തിമമായ കാര്യം കോടതി തീരുമാനിക്കട്ടെ. ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.